നമ്മൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി പറയാനുള്ളത് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിലെ തന്നെ പോളി അസറ്റിലീനാണ്. പോളി അസറ്റിലിൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിമറാണ്. അപ്പോൾ പോളി അസറ്റിലിൻ ഒരു ലീനിയർ പോളിമറാണ്. ഈ പോളി അസറ്റിലിൻ്റെ ബാക്ക് ബോണിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടാണ്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടാണ് പോളി അസറ്റിലിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ കാരണം ഇത് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടക്റ്റ് ചെയ്യും. ഈ ബാക്ക് ബോണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇത് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോളി അസറ്റിലിൻ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സിന്തസൈസ് ചെയ്യുന്നത് സീഗ്ലർ നട്ട പോളിമറൈസേഷൻ വഴിയാണ്. പോളി അസറ്റിലിൻ സിന്തസൈസ് ചെയ്യുന്നത് സീഗ്ലർ നട്ട പോളിമറൈസേഷൻ വഴിയാണ്. ഈ സീഗ്ലർ നട്ട പോളിമറൈസേഷനകത്തെ മോണോമർ എന്താണ്? മോണോമർ അസറ്റിലീനാണ്. സീഗ്ലർ നട്ട പോളിമറൈസേഷൻ വെച്ച് പോളി അസറ്റിലിൻ സിന്തസൈസ് ചെയ്യുമ്പം മോണോമർ എന്താണ്? മോണോമർ അസറ്റിലീനാണ്, അസറ്റിലീൻ. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്താണെന്ന് നോക്കാം. സീഗ്ലർ നട്ട പോളിമറൈസേഷനകത്ത് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആയിരിക്കും. സീഗ്ലർ നട്ട പോളിമറൈസേഷനകത്തെ കാറ്റലിസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ടൈറ്റാനിയം ക്ലോറൈഡിൻ്റെയും അതുപോലെ തന്നെ ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ട്, ഏതെങ്കിലും ഒരു ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ട്, എക്സാമ്പിളായിട്ട് ട്രൈ ഈഥൈൽ അലുമിനിയം. ട്രൈ ഈഥൈൽ അലുമിനിയം ഒരു ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ടാണ്. സോ ടൈറ്റാനിയം ക്ലോറൈഡിൻ്റെയും ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കാറ്റലിസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പം സീഗ്ലർ നട്ട പോളിമറൈസേഷൻ എന്ന് പറയുന്നതിനകത്ത് മോണോമർ ഏതാണ്? അസറ്റിലീനാണ്. കാറ്റലിസ്റ്റ് ഏതാണ്? കാറ്റലിസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ടൈറ്റാനിയം ക്ലോറൈഡിൻ്റെയും ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ റിയാക്ഷനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? അവിടെ അഡീഷൻ പോളിമറൈസേഷനാണ് നടക്കുന്നത്. സീഗ്ലർ നട്ട പോളിമറൈസേഷനകത്ത് അഡീഷൻ പോളിമറൈസേഷനാണ് നടക്കുന്നത്. അങ്ങനെ അഡീഷൻ പോളിമറൈസേഷൻ നടന്നിട്ട് ലോങ് ചെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. സോ പോളി അസറ്റിലിൻ മാനുഫാക്ചർ ചെയ്യുന്ന മെത്തേഡാണ് സീഗ്ലർ നട്ട പോളിമറൈസേഷൻ. സീഗ്ലർ നട്ട പോളിമറൈസേഷനകത്തെ മോണോമർ അസറ്റിലിൻ ആണ്. കാറ്റലിസ്റ്റ് എന്താണ്? ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആണ്. ടൈറ്റാനിയം ക്ലോറൈഡും അതുപോലെ ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് അവിടെ എടുക്കുന്നത്. നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അഡീഷൻ പോളിമറൈസേഷനാണ് നടക്കുന്നത്. അഡീഷൻ പോളിമറൈസേഷൻ നടന്നിട്ട് ലോങ് ചെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന പോളി അസറ്റിലിൻ തന്നെ രണ്ട് ഫോമാണ്. ഇങ്ങനെ ഈ റിയാക്ഷൻ നടന്നുണ്ടാവുന്ന പോളി അസറ്റിലിൻ എന്ന് പറയുന്നത് രണ്ട് ഫോമിലാണ്. ഏതൊക്കെയാണ്? സിസ് പോളി അസറ്റിലിനുമുണ്ട്, ട്രാൻസ് പോളി അസറ്റിലിനുമുണ്ട്. സിസ് പോളി അസറ്റിലിനുമുണ്ട്, ട്രാൻസ് പോളി അസറ്റിലിനുമുണ്ട്. സിസ് പോളി അസറ്റിലിൻ്റെ ഒരു പ്രത്യേകത അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ ലെസ് കണ്ടക്റ്റീവ് ആയിരിക്കും. സിസ് പോളി അസറ്റിലിൻ എങ്ങനെയാണ്? ഫ്ലെക്സിബിൾ ആയിരിക്കും, ലെസ് കണ്ടക്റ്റീവ് ആയിരിക്കും. എന്നാൽ ട്രാൻസ് പോളി അസറ്റിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ് പോളി അസറ്റിലിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ ട്രാൻസ് പോളി അസറ്റിലിൻ എന്ന് പറയുന്നത് കൂടുതൽ കണ്ടക്ടിവിറ്റി, ബെറ്റർ കണ്ടക്ടിവിറ്റിയും തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ് പോളി അസറ്റിലിൻ ഒന്നെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ലൈറ്റിന് എക്സ്പോസ് ചെയ്യുകയോ ചെയ്താൽ എന്നാ പറ്റും? സിസ് പോളി അസറ്റിലിൻ ലെസ് സ്റ്റേബിൾ ആണ്. ഇത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുകയോ ലൈറ്റിന് എക്സ്പോസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഐസോമറൈസ് ചെയ്തിട്ട് ട്രാൻസ് പോളി അസറ്റിലിനായിട്ട് മാറും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? പോളി അസറ്റിലിൻ ഫോം ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. സിസ് പോളി അസറ്റിലിനുമുണ്ട്, ട്രാൻസ് പോളി അസറ്റിലിനുമുണ്ട്. സിസ് പോളി അസറ്റിലിൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, ലെസ് കണ്ടക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ സിസ് പോളി അസറ്റിലിൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുകയോ ലൈറ്റിന് എക്സ്പോസ് ചെയ്യുകയോ ചെയ്താൽ എന്തായിട്ട് മാറും? അത് ഐസോമറൈസ് ചെയ്തിട്ട് ട്രാൻസ് പോളി അസറ്റിലിനായിട്ട് മാറും. ട്രാൻസ് പോളി അസറ്റിലിൻ ആണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും, ബെറ്റർ കണ്ടക്ടിവിറ്റി ആണ് ട്രാൻസ് പോളി അസറ്റിലിന്. ഇനി നമ്മൾ പറഞ്ഞു പോളി അസറ്റിലിൻ്റെ ബാക്ക് ബോൺ എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആയിട്ടും സിംഗിൾ ആൻഡ് ഡബിൾ കാർബൺ കാർബൺ ബോണ്ടാന്ന് പറഞ്ഞു. പോളി അസറ്റിലിൻ്റെ ബാക്ക് ബോൺ എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ കാർബൺ കാർബൺ ബോണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ കാർബൺ കാർബൺ ബോണ്ട് വരുന്നതാണ് കോൺജുഗേറ്റഡ് ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് കാർബൺ കാർബൺ ബോണ്ട് വരുന്നത് കോൺജുഗേറ്റഡ് ബാക്ക് ബോൺ ആണെന്നാണ് പറയുന്നത്. ഈ കോൺജുഗേറ്റഡ് ബാക്ക് ബോണിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ അലോ ചെയ്യും.
അപ്പോൾ ഈ കോഞ്ചുഗേറ്റഡ് ബാക്ക് ബോണിൻ്റെ പ്രത്യേകത എന്താ? കോഞ്ചുഗേറ്റഡ് ബാക്ക് ബോണിനെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഡീലോക്കലൈസേഷൻ അലോ ചെയ്യും. അങ്ങനെ ഡീലോക്കലൈസേഷൻ അലോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കണ്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കോഞ്ചുഗേറ്റഡ് ബാക്ക് ബോൺ ഉള്ളതുകൊണ്ടാണ് പോളിഅസെറ്റിലിൻ കണ്ടക്റ്റ് ചെയ്യുന്നത്. ഇനി പോളിഅസെറ്റിലിൻ എന്ന് പറയുന്നത് ശരിക്കും ഡോപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്യുവർ ഫോമിൽ എന്താണ്? അതൊരു സെമി കണ്ടക്ടറാണ്. പോളിഅസെറ്റിലിൻ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ അല്ല. ശരിക്കും പോളിഅസെറ്റിലിൻ ഡോപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? അതൊരു സെമി കണ്ടക്ടറാണ്. എന്നാൽ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പി ടൈപ്പ് ഡോപ്പിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? അയോഡിനോ ബ്രോമിനോ ആഡ് ചെയ്യണം. പോളിഅസെറ്റിലിനെ പി ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യാനായിട്ട് അയോഡിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യണം. എന്നാൽ എൻ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യാനായിട്ട് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, പോളിഅസെറ്റിലിനെ പി ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യാൻ അയഡിൻ അല്ലെങ്കിൽ ബ്രോമിനാണ് ആഡ് ചെയ്യേണ്ടത്. എൻ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യാൻ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യമാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കാം. പോളിഅസെറ്റിലിൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ? നമ്മൾ ഓൾറെഡി കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ആപ്ലിക്കേഷനകത്ത് പറഞ്ഞു ഒരെണ്ണമുണ്ട്. ഏതാണ്? ഇലക്ട്രോക്രോമിക് ഡിവൈസസ്. അപ്പം ഇലക്ട്രോക്രോമിക് ഡിവൈസസിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പോളിഅസെറ്റിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ പറഞ്ഞായിരുന്നു, ഓർഗാനിക് ഇലക്ട്രോണിക്സ്, അതായത് OLED, OPV, OFET ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ അതും ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇലക്ട്രോക്രോമിക് ഡിവൈസസ് ഉണ്ട്, ഓർഗാനിക് ഇലക്ട്രോണിക്സ് ഉണ്ട്, സെൻസർ ഡിവൈസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ബാറ്ററി ആൻഡ് എനർജി സ്റ്റോറേജ് ഡിവൈസസിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഷീൽഡിങ്ങിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ പോളിഅസെറ്റിലിൻ്റെ ആപ്ലിക്കേഷൻസ് ബാറ്ററി ആൻഡ് എനർജി സ്റ്റോറേജ് ഡിവൈസസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഷീൽഡിങ്, സെൻസർ ഡിവൈസ്, ഓർഗാനിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോക്രോമിക് ഡിവൈസസ്. ഇനി പോളിഅസെറ്റിലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പോളിഅസെറ്റിലിൻ എന്ന് പറയുന്നത് എയറിൽ അൺസ്റ്റേബിളാണ്. പോളിഅസെറ്റിലിൻ എയറിൽ അൺസ്റ്റേബിളാണ്. ഇതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ്റെയോ മോയ്സ്ചറിൻ്റെയോ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും? ഇത് ഡീഗ്രേഡ് ചെയ്യും. പോളിഅസെറ്റിലിൻ എന്ന് പറയുന്നത് എയറിൽ അൺസ്റ്റേബിളാണ്. കാരണം എന്നാ? ഓക്സിജൻ്റെയും മോയ്സ്ചറിൻ്റെയും പ്രസൻസിൽ പോളിഅസെറ്റിലിൻ എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ലോസ് ആവും. അതുകൊണ്ടാണ് എയറിൽ അൺസ്റ്റേബിളാണെന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം പറയുന്നത്, പോളിഅസെറ്റിലിനെ നമുക്ക് വേണ്ട യൂസ്ഫുൾ ഫോമിലേക്ക്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫിലിംസും യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സുമായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പ്രോസസ്സിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് പോളിഅസെറ്റിലിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. താങ്ക്